സന്തോഷ് ട്രോഫി സെമിഫൈനലിൽ മണിപ്പൂരിനെ 1-5 ഗോളുകൾക്ക് തകർത്തെറിഞ്ഞുകൊണ്ട് കേരളം കിരീട പോരാട്ടത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. കലാശപ്പോരാട്ടത്തിൽ ബംഗാളിനെയാണ് കേരളം നേരിടാനിരിക്കുന്നത്. തങ്ങളുടെ ഫുട്ബോൾ ചരിത്രത്തിലെ 8ാം സന്തോഷ് ട്രോഫി കിരീടം ലക്ഷ്യം വെച്ചായിരിക്കും കേരളത്തിൻ്റെ കാലാൾപ്പട ഹൈദരാബാദിൻ്റെ മണ്ണിൽ പന്ത് തട്ടാൻ ഇറങ്ങുന്നത്. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടത്തിൽ മുത്തമിടുന്നത്. പിന്നീട് നീണ്ട 19 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സന്തോഷ് ട്രോഫി കിരീടം കേരളത്തിന്റെ മണ്ണിലെത്തി. 1992 2ാം സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയ കേരളം തൊട്ടടുത്ത വർഷം നടന്ന ടൂർണമെന്റിലും ചാമ്പ്യന്മാരായി. പിന്നീട് 2001, 2004 എന്നീ വർഷങ്ങളിലും കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ നെറുകയിലെത്തി. 14 വർഷങ്ങൾക്ക് ശേഷം 2018 കേരളം തങ്ങളുടെ 6ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയെടുത്തത്. 2022 സ്വന്തം തട്ടകമായ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്നും കേരളം 7ാം സന്തോഷ് ട്രോഫിയും സ്വന്തമാക്കി. 2 വർഷങ്ങൾക്ക് ശേഷം 8ാം സന്തോഷ് ട്രോഫി കൈപ്പിടിയിലാക്കാനുള്ള സുവർണ അവസരമാണ് കേരളത്തിന്റെ മുന്നിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ടൂർണമെന്റിൽ ഒറ്റ മത്സരം പോലും പരാജയപ്പെടാതെയാണ് കേരളം ഫൈനൽ വരെ മുന്നേറിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗോവ, ഡൽഹി, ഒഡീഷ എന്നീ ടീമുകൾക്കെതിരെയാണ് കേരളം വിജയം സ്വന്തമാക്കിയത്. തമിഴ്നാടിനെതിരെ സമനിലയിൽ പിരിയുകയും ചെയ്തു. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെയും കീഴടക്കിയാണ് കേരളം ആദ്യ 4ലേക്ക് യോഗ്യത നേടിയത്. സെമിയിൽ മണിപ്പൂരിനെ ഗോൾമഴയിൽ മുക്കിയാണ് കേരളം ഫൈനൽ യോഗ്യത ഉറപ്പിച്ചത്. മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങി ഹാട്രിക് നേടിയ മുഹമ്മദ് റോഷാൽ ആണ് കേരളത്തിന്റെ വിജയശില്പി. മത്സരത്തിൽ പരിക്കേറ്റ നിജോ ഗിൽബർട്ടിന് പകരമായാണ് റോഷാൽ കളത്തിലിറങ്ങിയത്. കോഴിക്കോട് സ്വദേശിയായ റോഷാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ FC താരമാണ്. കലാശപ്പോരാട്ടത്തിലും റോഷാലിന്റെ ബൂട്ടുകളിൽ നിന്നും മായാജാലങ്ങൾ പിറക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സന്തോഷ് ട്രോഫിയുടെ കലാശപ്പോരാട്ടത്തിൽ കേരളം നേരിടാനിരിക്കുന്ന എതിരാളികളായ ബംഗാൾ ചില്ലറക്കാരല്ല. കഴിഞ്ഞ തവണത്തെ സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയ സർവീസസിനെ തകർത്താണ് ബംഗാൾ ഫൈനലിലേക്ക് മുന്നേറിയത്. സർവീസസിനെ 4-2 എന്ന സ്കോറിനായിരുന്നു ബംഗാൾ വീഴ്ത്തിയത്. സന്തോഷ് ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ ജേതാക്കളായ ടീമാണ് ബംഗാൾ. 32 തവണയാണ് അവർ സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കിരീടം കൂടി തങ്ങളുടെ ഷെൽഫിലെത്തിക്കാനാവും ബംഗാളും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരം തീപ്പാറുമെന്ന് ഉറപ്പാണ്.